ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1998 റിലീസ് ചെയ്തൊരു മൂവിയാണ്. രണ്ടാനമ്മയുടെ വരവ്, മകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ മൂവിയിൽ കാണുവാൻ കഴിയുന്നത്. വിപുലമായ ഒരു കല്യാണാഘോഷമാണ് മൂവിയുടെ തുടക്കം. ഫോസ്കോ എന്ന പരുക്കനും കാമഭ്രാന്തനുമായ ട്രക്ക് ഡ്രൈവർ സുന്ദരിയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമായ അന്നയും തമ്മിലുള്ള വിവാഹമാണ് എന്ന്. ഫോസ്കോയുടെ ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട്, പേര് ലിവിയോ. അങ്ങനെ ആഘോഷമായ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും ശേഷം ഫോസ്കോയും അന്നയും തൻ്റെ ആദ്യ രാത്രിയുടെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഈ നിമിഷം വീട്ടിൻ്റെ വെളിയിൽ നിന്ന് ഫോസ്കോയുടെ കൂട്ടുകാരൻ്റെ വിളി വരികയും അത്യാവശ്യമായി കൂട്ടുകാരൻ്റെ കൂടെ പോകുകയും ചെയ്യുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒന്ന് ആഘോഷമാക്കാമെന്ന് വിചാരിച്ചിരുന്ന അന്ന ഒരു ചെറിയ വിഷമത്തോടെ തൻ്റെ കട്ടിലിൽ കിടക്കുകയാണ്. പെട്ടെന്നൊരു ശബ്ദം കേട്ട് റൂമിൻ്റെ വെളിയിൽ വരുന്ന അന്ന ലീവിയെ കാണുന്നു. തൻ്റെ രണ്ടാനമ്മയെ ഫേസ് ചെയ്യുവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ലീവിയോയ്ക്ക് അന്നയോടുള്ള ആ സംസാരം വളരെ ആശ്വാസമാകുന്നു. രണ്ടാനമ്മയെ അടിമുടി ഒന്ന് വീക്ഷിച്ച് ആ സുന്ദരനായ ചെറുപ്പക്കാരൻ റൂമിലേക്ക് പോകുന്നു. ഒരു മോഷണാവശ്യത്തിനായി പുറത്തുപോയ ഫോസ്കോ അതിവേഗം തിരികെ വരുന്നു. ആദ്യ രാത്രി കളറാകുന്നു. അടുത്ത ദിവസങ്ങളിൽ അവർ രണ്ടുപേരും കൂടെ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നു. അനേകം പേർ അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബമാണ് അവരുടെ. കാറിൽ നിന്ന് വന്നിറങ്ങിയ ഫോസ്കോയും അന്നയും പെൺമകൾ വന്ന് സ്വീകരിക്കുന്നു. നടന്ന വിശേഷങ്ങൾ മുഴുവനും തൻ്റെ ചേച്ചിയോട് പറഞ്ഞ് ചേച്ചിക്കൊരു സമ്മാനം നൽകുവാനും അന്ന മറന്നില്ല. അടുത്ത ദിവസം തൻ്റെ ജോലിക്കു വേണ്ടി ഫോസ്കോ ട്രക്കുമായി പുറത്തേക്ക് പോകുന്നു. വീട്ടിൽ തനിച്ചായ അന്ന തൻ്റെ അങ്കിളിനെ കണ്ട് വിശേഷങ്ങൾ തിരക്കി തിരികെ വീട്ടിലേക്ക് വരുന്ന ലീവിയോ തൻ്റെ രണ്ടാനമ്മയുടെ സൗന്ദര്യം ആദ്യമായി നോക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ കൺകുളിർ ആസ്വദിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് പോകുന്നു. ലീവിയുടെ ഭാവവ്യത്യാസം മനസ്സിലാക്കിയ അന്നയും പുറകെ അവൻ്റെ റൂമിലേക്ക് പോകുന്നു. ഈ നിമിഷം ഫോസ്കോ തിരികെ വീട്ടിലേക്ക് വരുന്നു. ഭാര്യയെ സന്തോഷിപ്പിച്ച് അവർ ഒരുമിച്ച് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാൻ പോകുന്നു. അവിടെ വെച്ച് അവരുടെ പുതുമുടിക്ക് ഒരു കോട്ടവും സംഭവിക്കുകയില്ലെന്ന് അവിടെയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഫോസ്കോ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ലീവയും രണ്ടാനമ്മയും നല്ലൊരു സൗഹൃദമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഫോസ്കോ ഇവരെ കാണുന്ന സമയം മുഴുവനും രണ്ടുപേരെയും വെറുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അവർ കുടുംബമായി ആഹാരം കഴിക്കുന്ന സമയം അപ്പനായ ഫോസ്കോയുടെ പ്രവൃത്തികളിൽ അസ്വസ്ഥനാകുന്ന ലീവിയോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ മകനോടുള്ള കരുതൽ കൊണ്ട് അന്ന ആഹാരമായി ലീവിയോയുടെ അടുക്കിലേക്ക് വരുന്നു. എന്നാൽ വലിയ ദേഷ്യത്തിലായിരുന്ന ലീവിയോ ആഹാരം വലിച്ചെറിഞ്ഞു. അന്നേ ദിവസം രാത്രിയിൽ ഫോസ്കോ വീട്ടിലില്ലായിരുന്നു. തൻ്റെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന അന്നയെ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് നോക്കുന്ന ലീവിയോ. രണ്ടാനമ്മയെ ഒന്ന് പേടിപ്പിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള സംസാരം ആരംഭിക്കുന്നു. രണ്ടാനമ്മയുമായുള്ള സംസാരം ദേഷ്യത്തിലായിരുന്ന ലീവിയോ ശാന്തനാകുന്നു. മാത്രമല്ല, അവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിനും തുടക്കം കുറിക്കുന്നു. അങ്ങനെ സംസാരത്തിനിടയിലുള്ള രണ്ടാനമ്മയുടെ ചില പ്രവൃത്തികൾ ലീവിയോയെ ചെറിയ രീതിയിൽ വികാരം കൊള്ളിക്കുവാനും തുടങ്ങിയിരുന്നു. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും വികാരത്തിൻ്റെ തോത് കൂടുന്ന രീതിയിലായിരുന്നു രണ്ടാനമ്മയുടെ ഓരോ പ്രവൃത്തികളും. അങ്ങനെയിരിക്കെ ആ കുടുംബത്തെ തേടി ഒരു ദുഃഖവാർത്ത വരുന്നു. ഒരു മോഷണ കേസിൽ ഫോസ്കോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സങ്കടത്തോടെ അന്നയും മകനും ഫോസ്കോയെ കാണുവാൻ ജയിലിലേക്ക് പോകുന്നു. ആശ്വസിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്ന ഫോസ്കോയെ അവിടെ കാണുവാൻ കഴിയുന്നു. സങ്കടത്തിൽ തിരികെ വരുന്ന അന്ന. എന്നാൽ ലീവിയോ വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പനില്ലാത്തത് കൊണ്ട് മാത്രവുമല്ല, മറിച്ച് രണ്ടാനമ്മയുമായി കൂടുതൽ സമയം ചിലവഴിച്ചാലും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ അതിനു വേണ്ടുന്ന പരിപാടികൾ ലീവിയോ തുടക്കം കുറിച്ചിരുന്നു. ഓരോ സാഹചര്യങ്ങളും പരമാവധി മുതലാക്കുവാൻ ലീവിയോ ശ്രമിക്കുന്നു. തൊട്ടടുത്ത ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ലീവിയോയുടെ കണ്ണിൽ പൊടി വീഴുന്നു. സഹായത്തിനായി അന്ന അവിടേക്ക് വരുന്നു. ഈ നിമിഷം കൺട്രോൾ നഷ്ടമാകുന്ന ലീവിയോ മകൻ്റെ പ്രവൃത്തിയിൽ ചെറിയ സംശയം തോന്നി
തള്ളിമാറ്റി അവൾ വീട്ടിൻ്റെ പുറത്തേക്ക് വരുന്നു. അന്നയുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ കുടുംബം ശ്രദ്ധിക്കുകയും അതിനുള്ള കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള ഓരോ സന്ദർഭങ്ങളും ലീവിയോ ധൈര്യത്തോടെയും അധികാരത്തോടെയും അന്നയെ സമീപിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനെയെല്ലാം പൂർവാധികം ശക്തിയോടെ അവൾ എതിർക്കുന്നു. തൊട്ടടുത്ത ദിവസം ഭർത്താവിനെ കാണുവാനായി അന്ന ജയിലിലേക്ക് പോകുന്നു. ആകെ നിരാശയായി അവൾ തിരികെ വരുന്നു. മകൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. അവർ തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധത്തിന് തുടക്കം കുറിക്കുന്നു. ആരെങ്കിലും ഈ ബന്ധം അറിയുമോ എന്ന സംശയം അന്നയ്ക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. താമസിക്കാതെ ചേച്ചി സത്യങ്ങൾ മൊത്തവും കണ്ടുപിടിക്കുന്നു. അടുത്ത ദിവസം ജയിൽ മോചിതനായി ഫോറസ്റ്റ് വീട്ടിലേക്ക് വരുന്നു. തിരിച്ചുവരവ് വളരെ ആഘോഷമാക്കുന്നു. രാത്രിയിൽ അന്നയുമായുള്ള നിമിഷങ്ങൾ ഒരു മരപ്പാവ് പോലെ അവൾ കിടന്നു കൊടുക്കുന്നു. ഒരു വലിയ ദുഃഖത്തിലായിരുന്ന ലീവിയോയെ ആശ്വസിപ്പിക്കുവാനും അന്ന മറന്നില്ല. ആഴ്ചകൾക്ക് ശേഷം ഇന്ന് ലീവിയോയുടെ കല്യാണമാണ്. മകന് നല്ലൊരു ജീവിതം കിട്ടിയെന്ന സന്തോഷവും ഒരിക്കലും അവൻ എന്നെ മറക്കില്ല എന്ന സന്തോഷത്തോടെ അന്ന തങ്ങളുടെ കുടുംബ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നു.